അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ലാ തദ ഇദാ കാന യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസമായാൽ എനിക്ക് സ്വലാത്ത് ചൊല്ലാൻ നിങ്ങൾ ഒരു നിലക്കും ഉപേക്ഷിക്കരുത്. എന്റെ മേൽ 1000 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലണം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദിൻ നബിയിൽ ഉമ്മി. ആ ഒരു സ്വലാത്ത് പ്രത്യേകം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്തത് കാണാം. അതുകൊണ്ട് അന്നത്തെ ദിവസം സുബ്ഹാനല്ലാഹ്, വെള്ളിയാഴ്ച ദിവസം രോഗസന്ദർശനത്തിന്, ജനാസ സംസ്കരണത്തിന്, അതുപോലെ തന്നെ നിക്കാഹിൽ പങ്കെടുക്കുന്നതിന് എല്ലാറ്റിനും വലിയ പുണ്യമുണ്ട്. ആ മനുഷ്യന്റെ ജീവിതം നന്നാകാൻ, പിൽക്കാലത്തെ ജീവിതം നന്നാകാൻ അതൊരു കാരണമാണ്. വെള്ളിയാഴ്ച രാത്രിയിലും വെള്ളിയാഴ്ച പകലിലും ദ്വാരക്കാനും ദിക്റ് ചൊല്ലാനും ധാരാളം ദിക്റുകളും ദ്വാകളും പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ചൊല്ലേണ്ട സയ്യിദുൽ ഇസ്തിഗ്ഫാർ എല്ലാ ദിവസവും ചൊല്ലാത്ത ആളുകൾ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലെങ്കിലും ചൊല്ലണം. സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അഅ്ബുദുക വബനു അമതിക വഫീ ഖബ്ലതിക വനാസിയതി ബിയദിക അംസൈതു അലാ അഹദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ബിനിഅമതിക വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ചെറിയ മാറ്റങ്ങളൊക്കെ ചില റിപ്പോർട്ടുകളിൽ കാണും, അത് സാരമില്ല. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന പേരിൽ വന്ന ഇസ്തിഗ്ഫാർ വെള്ളിയാഴ്ച രാത്രി 7 പ്രാവശ്യം ചൊല്ലിയാൽ, വെള്ളിയാഴ്ച പകലിൽ 7 പ്രാവശ്യം ചൊല്ലിയാൽ വലിയ പുണ്യമുണ്ട്. ആ ദിവസം മരിക്കാൻ തൗഫീഖ് ലഭിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗപ്രവേശനം നൽകും.